നമസ്കാരം. ആലുവയിൽ 3.5 വയസ്സുകാരിയായ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മയെ മൂഴിക്കുളം പാലത്തിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പാലത്തിന്റെ മധ്യഭാഗത്ത് എത്തുന്നതിന് മുൻപ് ഇവിടെ വെച്ചാണ് മകളെ പുഴയിലേക്ക് എറിഞ്ഞതെന്ന് പോലീസിനോട് പ്രതിയായ അമ്മ വെളിപ്പെടുത്തി. പ്രതിയുടെ മുഖം കാണിക്കണമെന്ന് പ്രദേശവാസികളുടെ ആക്രോശത്തിനിടയിലായിരുന്നു പോലീസ് തെളിവെടുപ്പ്. കുഞ്ഞിനെ എറിഞ്ഞ സ്ഥലവും എറിഞ്ഞ രീതിയും അമ്മ പോലീസിനോട് വിശദീകരിച്ചു. ജനരോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. നിരവധി പേർ പ്രതിയെ കാണാനായി പാലത്തിലെത്തിയിരുന്നു. പ്രതിയുടെ മുഖം മറച്ചതിനെതിരെ അടക്കം വൈകാരികമായ രീതിയിൽ നാട്ടുകാർ രോഷമറിയിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പാലത്തിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മടങ്ങുകയും ചെയ്തു. തെളിവെടുപ്പിന് ശേഷം പ്രതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി. 10 മിനിറ്റ് മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടത്. കുട്ടിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ നാട്ടുകാർ അടക്കം 100ഓളം പേരാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് കൂട്ടിക്കൊണ്ടുപോയ അംഗൻവാടി, ആലുവ, മണപ്പുറം എന്നിവിടങ്ങളിൽ എത്തിച്ചും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഇവിടെയും കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പ്രതിയായ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. മകൾ പീഡനത്തിനിരയായത് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. ഭർത്താവിന്റെ സഹോദരൻ കുട്ടിയെ പീഡിപ്പിച്ച കാര്യം പോലീസുകാർ പറഞ്ഞപ്പോഴാണ് അമ്മ അറിയുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇക്കാര്യം കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നെന്നും അതറിഞ്ഞ് അവർ തന്നെ തല്ലിയിരുന്നെന്നുമാണ് കുട്ടിയുടെ ബന്ധു കൂടിയായ പ്രതിയുടെ മൊഴി. 3 വയസ്സുകാരിയായ അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന സംഭവത്തിൽ പോലീസിനെ വീണ്ടും കുരുക്കിലാക്കിയാണ് മൊഴിയിലെ ഈ വൈരുദ്ധ്യങ്ങൾ. 1 വർഷത്തിലേറെയായി പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം അത് അമ്മ അറിഞ്ഞില്ലെന്നത് പോലീസിന് വിശ്വസനീയമല്ല. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അതേസമയം ഭർത്തൃ വീട്ടിൽ നിരന്തരം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നതായും മക്കളെപ്പോലും തന്നിൽ നിന്ന് അകറ്റി നിർത്തിയെന്നും ഇത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞതായിട്ടാണ് വിവരം. ഭർത്താവും വീട്ടുകാരും ചേർന്ന് തന്നെ ഒറ്റപ്പെടുത്തിയിരുന്നു. കുട്ടികളും തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു. അതിൽ താൻ കടുത്ത വിഷമത്തിലായിരുന്നുവെന്നും അതിന്റെ പ്രതികാരമായാണ് പുഴയിലെറിഞ്ഞു കൊന്നതെന്നും അമ്മയുടെ മൊഴിയിൽ പറയുന്നു. കുട്ടിയെ ഇല്ലാതാക്കിയാൽ ഭർത്തൃ വീട്ടുകാരുടെ വിഷമം കാണാൻ കഴിയും എന്നതായിരുന്നു കൊലപാതകം നടത്തിയതെന്നും അമ്മയുടെ മൊഴിയിൽ പറയുന്നു. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മോശം അനുഭവം നേരിട്ടിരുന്നതായും കേസിലെ ചോദ്യം ചെയ്യലിനിടെ യുവതി പറഞ്ഞു. എന്നാൽ യുവതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവതിയെയും പിതൃ സഹോദരനെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യും. 3 ദിവസം മുമ്പാണ് 3 വയസ്സുകാരിയെ യുവതി പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അംഗൻവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുമ്പോൾ കുട്ടിയെ ബസ്സിൽ നിന്ന് കാണാതായി എന്നായിരുന്നു യുവതി ആദ്യം മൊഴി നൽകിയിരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് പുഴയിലെറിഞ്ഞ് കൊന്നുവെന്ന് യുവതി സമ്മതിക്കുന്നത്. തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കാര്യം വ്യക്തമാക്കുന്നത്. ഇന്നലെ നടന്ന വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. 1.5 വർഷത്തിലേറെയായി പ്രകൃതി വിരുദ്ധ പീഡനത്തിനും കുട്ടി ഇരയായിട്ടുണ്ടെന്നും കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളുണ്ടായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കുട്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന പോലീസ് അന്വേഷണമാണ് ഈ കേസിലെ യഥാർത്ഥ വില്ലനെ പുറത്തെത്തിച്ചത്. കോലഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ മുത്തച്ഛനൊപ്പമായിരുന്നു പിതാവ്. കുട്ടി എന്നുറങ്ങിയത് കൊച്ചച്ഛനൊപ്പം. ഇതോടെ ആ ശരീരത്തിലെ മുറിവുകൾക്ക് അയാൾക്കും മറുപടി പറയേണ്ടി വന്നു. മറ്റക്കുഴിയിലെ പെൺകുഞ്ഞിനെ ചാലക്കുടി പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയതായി കുറ്റസമ്മതം നടത്തിയ അമ്മയെ റിമാൻഡ് ചെയ്യാൻ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനങ്ങൾ പോലീസ് അറിഞ്ഞത്. ഇതോടെ അമ്മയെ സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്ന് 1 മണിക്കൂർ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലാണ് കേസിൽ വഴിത്തിരിവുണ്ടാക്കിയ അറസ്റ്റിലേക്ക് നീങ്ങിയത്. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസും അടുത്ത ബന്ധുക്കളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞുമായി അടുത്തിടപഴകിയവരെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും നിരീക്ഷിച്ചു. കുഞ്ഞ് താമസിച്ചിരുന്ന ചെറിയ വീട്ടിൽ മാതാപിതാക്കൾക്ക് പുറമെ കുട്ടിയുടെ ഏക സഹോദരനും ഉണ്ടായിരുന്നെങ്കിലും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം കുട്ടികൾ 2 പേരും പലപ്പോഴും തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലാണ് തങ്ങിയിരുന്നത്. മുത്തശ്ശനും മുത്തശ്ശിക്കും പുറമെ പിതാവിന്റെ അവിവാഹിതരായ 2 സഹോദരന്മാരാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇതിൽ കുട്ടിയെ എന്നും എടുത്ത് കിടത്തിയുറക്കിയ കൊച്ചച്ഛൻ വില്ലനാണെന്ന് പോലീസ് അതിവേഗം തിരിച്ചറിഞ്ഞു. പോക്സോയാണ് കേസ്. ഈ കേസ് അന്വേഷിക്കുന്നത് പുത്തൻകുരിശ് പോലീസും. അതിനിർണായക ഇടപെടലും നിരീക്ഷണവുമാണ് പുത്തൻകുരിശിലെ പോലീസ് നടത്തിയത്.